അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെന്താണാവോ ഈ ഒരു റെനോവേഷൻ്റെ ഇടയിൽ ഒരു പുട്ട് കച്ചവടം എന്ന്. പക്ഷേ നമ്മൾ കിച്ചണൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ കിച്ചന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ഞങ്ങൾ ഇതുവരെ വരാത്തൊരു സ്ഥലമാണ്. ഭയങ്കര എന്താ പറയുക, കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. കിച്ചൺ വെയർ കളക്ഷൻ, ഹോം സെൻ്ററൊക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല നമുക്ക് തോന്നും ഇവിടെ വരുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിട്ട് കുറച്ച് സാധനങ്ങളായിരുന്നു. ഓവൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, വുഡൻ ഐറ്റംസ്, പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെയൊക്കെയാണ്. ഒരേ ബിൽഡിങ്ങിൽ തന്നെ 2 ഷോപ്പാണ്. ഒന്ന് ഒമേഗ ഗ്ലാസ് വെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെറാമിക് ഐറ്റംസ്, മെയിനായിട്ട് ഗ്ലാസ് ഐറ്റംസ്, അതിലും ഡെക്കറേറ്റീവ്സ് കുറേ ഉണ്ട്. പിന്നെ അതേ ബിൽഡിങ്ങിൻ്റെ വേറൊരു സൈഡിലായിട്ട് തന്നെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഈ ഒരു സെക്ഷൻ ഒമേഗ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ കേട്ടോ, നല്ല ഇപ്പോഴത്തെ മോഡുലാർ കിച്ചണൊക്കെ വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. ഇൻ ആൻഡ് അറൗണ്ട് വേളച്ചേരി, പള്ളിക്കരണി, താമ്പരം, അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ വരാൻ ഈസി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാൻ പോയത് എന്താന്നുള്ള കാര്യമൊക്കെ മറന്നു അവിടെ ചെന്നപ്പോൾ. കാരണം നമുക്ക് ഇങ്ങനെ 100 ഓപ്ഷൻസ് കിട്ടാണല്ലോ. നമ്മൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഓക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ. അപ്പോൾ ഇതേ ഓണിയൻ ബാസ്ക്കറ്റ് ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ട്, പല ടൈപ്പ്. അതായത് ഒരേ ഓപ്ഷൻസ് ഭയങ്കര അധികമായതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം എന്ന്. ഇപ്പോൾ ഗ്ലാസ്സിലുണ്ട്, സ്റ്റീലിലുണ്ട്. സ്റ്റീലിൽ തന്നെ ഗ്ലാസ് ഉള്ളിൽ മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ വയേർഡ് ഐറ്റംസ് ഇല്ലേ, ഇരുമ്പിൻ്റെ തന്നെ സ്റ്റാൻഡുകൾ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് വിലയായിരിക്കും. അങ്ങനെ തീരെ ലോ പ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് അവിടെ നിന്ന് ചെയ്തിട്ട് കുട്ടികളെയും കൂട്ടി അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവരെയും കൂട്ടി ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ സംഗീത തന്നെയാണ് നമ്മളെപ്പോഴും ഈ വെജ് റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോവാറ്. അങ്ങനെ വന്നു നമ്മൾ വെജിറ്റബിൾ തമിഴ്നാട് വെജ് മീൽസ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. ആക്ച്വലി നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടല്ല അങ്ങോട്ട് പോയത് കേട്ടോ. ആമസോണിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പോയപ്പോൾ നമ്മൾ വിചാരിച്ച 1-2 ഐറ്റംസ് കിട്ടിയില്ല. അത് നമ്മൾ ആമസോണിൽ തന്നെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഈ കുട്ടി കുട്ടി ഐറ്റംസ് കണ്ടപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു കാക്ടസിന്റെ മറ്റേ പ്ലാന്റ് വെക്കുന്നത്. നമുക്ക് മണി പ്ലാന്റ് വേണമെങ്കിൽ വളർത്താം, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ പല സൈസ് ഉണ്ടായിരുന്നു അവിടെ. ഇതൊരു മീഡിയം സൈസ് ആയിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. വെറുതെ വെച്ചാൽ തന്നെ എന്താ ഭംഗി അതിന്റെ. അത് വാങ്ങിച്ചു ഞാൻ. ഫസ്റ്റ് ഈ കുട്ടി കുട്ടി ഐറ്റംസ് ആദ്യം കാണിച്ചതാട്ടോ. അപ്പോൾ ഇതാണ് ഈ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ്. അതേ നമ്മളുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് 3 എണ്ണം നല്ല യൂസ് ചെയ്തിട്ട് ഞാൻ പറയണേ, നല്ലതായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പാത്രമൊക്കെ കഴുകിയിട്ട് അപ്പം തന്നെ തുടച്ചു വെക്കാമല്ലോ. അപ്പം കോട്ടൺ ആണെങ്കിൽ പോലും ഇങ്ങനെ അബ്സോർബ് ചെയ്യില്ല. ആ മൈക്രോ ഫൈബർ നന്നായിട്ടുണ്ടായിരുന്നു. ഹോം സെന്ററിനാണ് സാധാരണ വാങ്ങണത്, പക്ഷെ അതിനെക്കാട്ടി എനിക്കിത് ഇഷ്ടമായി. പിന്നെ ഈ ബട്ടർ നൈഫ് കണ്ടപ്പോൾ വാങ്ങിച്ചു. ഇതൊക്കെ ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്, പക്ഷെ പിന്നീടാണ് മനസ്സിലാവണം അവരാ പ്രായമൊക്കെ കഴിഞ്ഞു. ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറൊക്കെ ഉള്ള സ്പൂൺ കൊണ്ടുപോയില്ല എന്ന് പിന്നെയാണ് എനിക്ക് ഓർത്തത്. പിന്നെ ഈ ഒരു മെഷറിങ് കപ്പിന്റെ ഒരു സെറ്റ്, അതിനും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതൊക്കെ ആ ഓരോരോ ഡബ്ബകള്, അതായത് അരിയുടെ പാത്രത്തിൽ, ഗോതമ്പിന്റെ പാത്രത്തിൽ, അങ്ങനെയൊക്കെ ഇട്ട് വെച്ചേക്കാം. അപ്പം ഇത് ആവശ്യമുണ്ട്. ഇത് നല്ല അഡസീവാണ്, അവർ സ്റ്റാൻഡുകളൊക്കെ തൂക്കാൻ നല്ലതാണ്. പിന്നെ മെഷറിങ് കപ്പ് വാങ്ങിച്ചതിൻ്റെ കൂടെ തന്നെ സ്പൂണും വാങ്ങിച്ചു. അപ്പം അതും എൻ്റെ പല പല കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ പിന്നെ ഇത് സെപ്പറേറ്റ് ഒരു സെറ്റായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ ജനാലകളിലൊക്കെ എന്തെങ്കിലും തൂക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എസ് ടൈപ്പ് ക്ലിപ്പ് നല്ലതാണ്. അപ്പം അതിൽ നമുക്ക് വെറുതെ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് അതിലിങ്ങനെ നമുക്ക് തൂക്കിയിടാലോ സാധനങ്ങൾ. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ മിസലേനിയസ് ഐറ്റംസ്. ഇത് കേബിൾ ടൈ ആണ്. ഇപ്പം നമുക്ക് കേബിളുകളൊക്കെ ഇതുപോലെ കെട്ടി വെക്കാം. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. മൊബൈലിൻ്റെ കേബിളൊക്കെ ഇങ്ങനെ വെൽക്രോ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം. അതാണ്. പിന്നെ ഇത് കണ്ടപ്പോൾ പഞ്ചസാരയ്ക്കും ഉപ്പിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ 2 വാങ്ങിച്ചു.
ഇതാണ് നമ്മുടെ ഒന്നുകിൽ നമുക്ക് പ്ലേറ്റുകൾ സ്റ്റാൻഡ് ആക്കിയിട്ട് യൂസ് ചെയ്യാം, അതായത് ഇത് സ്റ്റാൻഡ് ആക്കിയിട്ട് പ്ലേറ്റുകൾ വെക്കുക, അല്ലെങ്കിൽ ലിഡുകൾ ഒതുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും ഷെൽഫിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒതുക്കി വെക്കാം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പ്ലേറ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഡ്രൈ ആയതൊക്കെ ഇതുപോലെ വെക്കാം. ഇതുപോലെ എൻ്റെ അടുത്ത് ഐക്യന്ന് വാങ്ങിച്ച ഒരു മെറ്റലിന്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ തിന്നായതുകൊണ്ട് പ്ലേറ്റ് ഒന്നും ഇരിക്കണേ ഇല്ല. പിന്നെ അതിന്റെ ഷേപ്പും കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കണോണ്ട് പ്ലേറ്റ് ഒന്നും നേരെ നിൽക്കണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇതെനിക്ക് അങ്ങനെ നമുക്ക് മടക്കി യൂസ് ഇല്ലെങ്കിൽ നമുക്ക് മടക്കി വെക്കാം, ഇല്ലാന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റോറേജ് ഡബിൾ ആക്കാം. നമുക്കൊരു ഷെൽഫിന്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ മുകളിലും താഴെയുമായിട്ട് സാധനങ്ങൾ വെക്കാം. അപ്പൊ ഞാൻ കിച്ചണിൽ എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇത്, ഈ ഒരു ലൈനർ. നമ്മുടെ ഷെൽഫിന്റെ ഉള്ളിലൊക്കെ ഇത് മുറിച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണെങ്കിലും മുറിച്ച് യൂസ് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചിട്ട് നമുക്ക് അതിന്റെ മുകളിൽ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ആ ഒരു വുഡൻ ഷെൽഫ് അധികം നാശാവില്ല. അതൊരു റോള് വാങ്ങിച്ചു. പിന്നെ ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ പർച്ചേസ് എന്ന് പറയണത്. ഇത് നമുക്ക് ഇത് സവാള, ഉരുളൻകിഴങ്ങ്, വെളുത്തുള്ളി ഐറ്റംസ് ഫുള്ള്, പിന്നെ ബാക്കി എന്ത് വേണമെങ്കിലും ഇപ്പൊ കണ്ടെയ്നേഴ്സ് ആണെങ്കിലും അതിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഞങ്ങളുടെ അടുക്കള ഇപ്പോൾ ഒന്ന് പുതിയ റെനോവേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അപ്പൊ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ അതിൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട പണി. അത്രയ്ക്ക് തിന്നായിട്ടുള്ളൊരു ടൂളാണ് അവർ നമുക്ക് തന്നേക്കണേ. പക്ഷെ എനിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളൂല്ലോ. സാധാരണ ഞാൻ എവിടെയെങ്കിലും തൂക്കിയിടാറ പതിവ്, സവാളയും ഒക്കെ. ഇപ്പൊ ആ ഒരു പ്രശ്നം സോൾവ് ആയി. പിന്നെ ഞാൻ ഇതിന്റെ അടിയിലത്തെ തട്ടിലൊക്കെ പാത്രങ്ങള്, ലഞ്ച് ബോക്സ് ഒക്കെ കഴുകിയിട്ട് നമുക്ക് ഉണക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ വെക്കാമല്ലോ. രാവിലെ ഇതിന്ന് എടുക്കുക എളുപ്പം, മുകളിൽ ലഞ്ച് ബാഗ് വെക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ കിട്ടിയ ഉടനെ തന്നെ ഞാൻ സവാളയും എല്ലാ സംഭവങ്ങളും പേപ്പറൊക്കെ വിരിച്ചിട്ട് ഇട്ടു. കാരണം ഒരു സേഫ്റ്റി വേണമല്ലോ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ വെക്കാം. അപ്പം എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായ ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തട്ടുണ്ടല്ലോ, അപ്പം എനിക്ക് സ്റ്റോറേജ് എളുപ്പമാക്കാൻ, എനിക്ക് അടുക്കളയിൽ റെനോവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത് ഇതായിരുന്നു. നമ്മൾ വാങ്ങിച്ച സാധനമൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മുടെ കണ്ണിന്റെ നേരെ ഇതുപോലെ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും എന്തൊക്കെ ഉണ്ട്, കഴിഞ്ഞു, എന്തൊക്കെ വാങ്ങണം എന്ന്. എനിക്ക് മെയിനായിട്ട് ഈ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അടുക്കളയുടെ ഫുൾ ടൂറായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യങ്ങളുള്ളൂ. ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് ഒതുക്കി വെച്ചത്. ഈ ഒരു സംഭവം പാത്രങ്ങളുടെ അടപ്പ് ഇതുപോലെ വെക്കാൻ, ഇതാണ് ഐക്യെന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞത്. അതിൽ ചെറുതേ കൊള്ളുള്ളൂ. അപ്പോൾ അത് രണ്ടും ഇതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ ടിഷ്യൂ പേപ്പർ ടവലില്ലേ, അത് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിക്കണം. ഞാൻ ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. എല്ലാം റെനോവേഷനും കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. ഇതേ മണി പ്ലാന്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഞാൻ വെച്ച് എല്ലാം ഒതുക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.